കൂട്ടുകാരെ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളൊരു വാഹനമാണ് ഇന്ന് നമ്മുടെ കയ്യിൽ കൊടുക്കാനുള്ളത്. നമ്മുടെ ടി വി എസിൻ്റെ ജൂപ്പിറ്ററാണ്. ജൂപ്പിറ്റർ 125 ആണ് നമ്മുടെ കയ്യിൽ കൊടുക്കാനുള്ളത്. ടി വി എസിൻ്റെ ജൂപ്പിറ്റർ 125 ആണ് നമ്മുടെ കയ്യിൽ ഇന്ന് കൊടുക്കാനുള്ളത്. വണ്ടി എന്ന് പറഞ്ഞാൽ പുത്തൻ, കടും പുത്തൻ എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറയാം. കാരണം 2023 ജനുവരിയിലാണ് വണ്ടി വാങ്ങിയിട്ടുള്ളത്. വെറും 15,000 കിലോമീറ്റർ മാത്രമാണ് ഓടിയിട്ടുള്ളത്. എങ്കിൽ പോലും സെക്കൻഡ് ഓണറാണ് എന്നുള്ളതും കൂടി എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഈ ചേട്ടൻ ഈ അടുത്ത് മേടിച്ചിട്ടുള്ളൂ ചേട്ടനിൽ നിന്ന്. അവർ പതുക്കെ ഇലക്ട്രിക്കിലേക്ക് എടുക്കാൻ പോവുകയാണ്. ഇലക്ട്രിക് എടുക്കാൻ പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പുതിയ സീറ്റ് കവറൊക്കെ അടിച്ച് നല്ല രസമായിട്ട് ഇരിക്കാൻ പറ്റുന്നൊരവസ്ഥയാണ്. ഇനി ഇതിൻ്റെ സംഗതികൾ പെയിൻറ്റിങ്ങിനെ കുറിച്ചിട്ടൊന്നും പറയേണ്ട കാര്യമേ ഇല്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം പുത്തൻ വണ്ടി എങ്ങനെ ഇരിക്കുന്നു അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട് എല്ലാ ഭാഗങ്ങളും. ഈ സൈഡിലായാൽ പോലും സ്ക്രാച്ച്, മൈന്യൂട്ടായിട്ടുള്ള സ്ക്രാച്ച് പോലും നിങ്ങൾക്ക് ഈ ഒരു പ്രദേശത്ത് കാണിച്ചു തരാൻ പോലും പറ്റില്ല. പിന്നെ ഇതിൻ്റെ ബാക്കിൽ പിടുത്തമേ കാണാം, പുത്തൻ പുതിയതുപോലെ ഇങ്ങനെ പെയിൻ്റൊന്നും അടിച്ചല്ലാട്ടാ, അങ്ങനെ തന്നെ ഇരിക്കുന്നതാണ്. നമ്പർ അടിപൊളി നമ്പറാണ് കേട്ടോ. KL48S225 എന്ന് പറയുന്ന നമ്പറാണ് വണ്ടിക്കുള്ളത്. ഓസ്ട്രേലിയയിലേക്ക് ഒരു ജോലി വേക്കൻസി കിട്ടിയാലോ, അതും ഒരു വയസ്സുള്ള ഒരു കുട്ടിയെ നോക്കാനായിട്ട്. ലേഡീസുകളാണ് ഉദ്ദേശിക്കുന്നത്. 40 വയസ്സിന് താഴെയാണ് പ്രായം അവർ ഉദ്ദേശിക്കുന്നത്. ഇന്ത്യൻ മണി 50,000 രൂപ വരെ സാലറി കൊടുക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. കുട്ടിയുടെ കാര്യം മാത്രം നോക്കിയാൽ മതി. ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷമുള്ള സാലറിയാണ് 50,000 രൂപ എന്നുള്ളത്. മലയാളി ഫാമിലിയാണ്. അപ്പോൾ കുട്ടിയുടെ കാര്യം മാത്രം നോക്കിയാൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഒരു വിദേശ യാത്രയാവും ചെയ്യും വേറൊരു രാജ്യത്തിലേക്ക്. അപ്പോൾ ഓസ്ട്രേലിയയിൽ ജോലി ചെയ്തൊരു കൊച്ചിന് നോക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു അവസരമാണ്. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമില്ലെങ്കിൽ പോലും നിങ്ങൾ ആരെങ്കിലും പരിചയത്തിലുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യാൻ മറക്കണ്ട. ഈ കാർഡ് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. പിന്നെ എന്തെങ്കിലും കുറ്റം പറയണമെന്നുണ്ടെങ്കിൽ ഈ സാരി കാർഡിൻ്റെ അടുത്ത് ഈ ഒരു ചെറിയൊരു പെയിൻറ്റ് പോയിട്ടുണ്ട്. ടയറൊന്നും മാറ്റിയിട്ടില്ല, അങ്ങനെ തന്നെ. ബാക്ക് ടയറൊക്കെ അത്യാവശ്യം 90% ടയർ കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ട് ടയർ നോക്കുകയാണെങ്കിൽ പുതിയതുപോലെ തന്നെ കിടക്കുന്നുണ്ട്. അതും ഏകദേശം 80% ടയർ ഫ്രണ്ട് ടയറിൽ ഉണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. നല്ല വൃത്തിമെടുപ്പുള്ള വണ്ടി. 2023 ജനുവരി ആകുമ്പോൾ ഇൻഷുറൻസിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ലെങ്കിൽ കൂടിയും പറയാം. കാരണം 5 വർഷത്തേക്ക് ഇൻഷുറൻസ് ഉണ്ടാവും. സാധാരണഗതിയിൽ 1 ഇയറാണ് ഫുൾ കവർ ഉള്ളത്. പക്ഷേ ആൾ ഡേറ്റ് നോക്കാണ്ട് ഒന്ന് പുതുക്കി. കാരണം എന്താണെന്ന് വെച്ചാൽ മാർച്ച് മാസം വരെ ഫുൾ കവർ ഇൻഷുറൻസാണ് നിലവിൽ ഈ വണ്ടിക്കുള്ളത്. പൊല്യൂഷൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ, 1 ഇയർ പൊല്യൂഷൻ നിലവിലുണ്ട്. അപ്പോൾ നല്ലൊരു ജൂപ്പിറ്റർ വന്ന നിലയ്ക്ക് നിങ്ങളെന്ന ലൈക്ക് ബട്ടൺ അടിച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്ത വലിയ ഉപകാരം. പിന്നെ എൻ്റെ ഓടിയിട്ടുള്ള കിലോമീറ്റർ ചെക്ക് ചെയ്ത് നോക്കാണ്ട. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓണാക്കി കഴിഞ്ഞാൽ ഇതാണ് വിശേഷം. 15,170 കിലോമീറ്റർ മാത്രമാണ് ഇതുവരെ റൺ ചെയ്തിട്ടുള്ളത്. ഡാഷ്ബോർഡിൻ്റെ അവിടെ ഒന്നും ഒരു തരത്തിലുള്ള സ്ക്രാച്ച് ഒന്നും കാണാൻ പറ്റില്ല. ജസ്റ്റ് സെൽഫ് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. പിന്നെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, അത്രയും മൈന്യൂട്ടായിട്ട് തീരെ ചെറിയ ശബ്ദം മാത്രമാണ് ഇതിനുള്ളത്. ഞാൻ ജസ്റ്റ് ഒന്നുകൂടി കേൾപ്പിച്ചു തരാം. ശ്രദ്ധിച്ച് നോക്കി, ഇത്ര ഉള്ളതിന് സൗണ്ട്. അത്രയും സൈലൻറ്റ് സ്റ്റാർട്ടാണ് വണ്ടിയുടെ. ഇപ്പോൾ പുതിയതായിട്ട് ഇറങ്ങുന്ന എല്ലാ വണ്ടികൾക്കും ഇതുപോലെ തന്നെ സൈലൻറ്റ് സ്റ്റാർട്ടാണ് എന്നൊക്കെ അറിയാം. എങ്കിലും നമ്മുടെ വണ്ടീനെ കുറിച്ച് നമുക്ക് കാണിക്കണല്ലോ. ആടാ റൈസ് ചെയ്യുമ്പോഴൊക്കെ ഇത്രേ ഉള്ളൂ. വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവണ വലിയ ബഹളങ്ങളും കാര്യങ്ങളൊന്നും തന്നെ വണ്ടിക്ക് ഇല്ല കേട്ടോ. കൂടെ ആളില്ലാത്തതുകൊണ്ട് ഓടിച്ചു നോക്കാനും പറ്റില്ല. അപ്പോൾ ഇതാണ് ഈ വണ്ടിയുടെ വിശേഷം. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇരിങ്ങാലക്കുടയ്ക്ക് അടുത്താണ് വണ്ടി ഇരിക്കുന്നത്. സെക്കൻഡ് ഓണറായിട്ടുള്ള എങ്കിൽ കൂടിയും 2023 ജനുവരി വെച്ച വാഹനം. വില പറയുന്നത് വെറും 78,000 രൂപ മാത്രമാണ്. ഈ രീതിയിലൊക്കെ വിലപേശലിന് വിധേയമാക്കിക്കോട്ടെ എന്നൊക്കെ സെല്ലർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ ടി വി എസിൻ്റെ ജൂപ്പിറ്റർ 125 താല്പര്യമുള്ളവർ വെറും 15,000 കിലോമീറ്റർ മാത്രമാണ് വണ്ടി ഓടിയിട്ടുള്ളൂ. വില പറയുന്നത് 78,000 രൂപയാണ്. വിലപേശലിന് വിധേയമാണ്. അപ്പോൾ താല്പര്യമുള്ളവർ ഈ കാണുന്ന കോൺടാക്ട് നമ്പറിൽ വിളിക്കാൻ മറക്കണ്ട കേട്ടോ. മറ്റൊരു വാഹനത്തിന് എടുക്കാജ് വിശേഷങ്ങളുമായി വരുന്നവരെ എല്ലാ കൂട്ടുകാരോടും ബൈ.